മുതലാളി എന്നാത്തിനാ വിളിച്ചേ? അല്ല ഒനച്ച, ഞാനേ ഒന്ന് കണക്കൂട്ടി നോക്കായിരുന്നു. നമ്മൾ നമ്മുടെ കമ്പിളി കണ്ടത്ത് ഓറഞ്ച് തോട്ട് എഴുതി വാങ്ങിച്ച അവിടെ എത്ര കാലം പണിയെടുത്ത 1 കോടി രൂപ കിട്ടുമെന്ന്. എടോ, നമുക്ക് ഏത് കച്ചവട ലാഭമെന്ന് മനസ്സിലായില്ലേ? ഇല്ല. പൂജയെ പിടിച്ചു കൊടുത്ത 1 കോടി രൂപ തരാന്ന് ആ കളക്ടർ പറഞ്ഞില്ലേ? ശരിക്കും അയാൾ അത് തന്ന അതല്ലേ നമുക്ക് ലാഭം? അവളെ എവിടെ? അതിന് ആ പെണ്ണിനെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഏതായാലും നമ്മുടിക്ക് വേണ്ടി കണ്ടുപിടിക്കണമല്ലോ. എന്നാ പിന്നെ കണ്ടുപിടിച്ച് ഇയാൾക്ക് കൈമാറിയ അതല്ലേ ലാഭം? ഒറ്റടിക്ക് 1 കോടി ബാങ്ക് കിടക്കൂലേ? തോട്ടം മെയിൻറ്റെയിൻ ചെയ്യണ്ട, പണിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ട, ഓറഞ്ച് എക്സ്പോർട്ട് ചെയ്യാൻ കണ്ട, ഒരു പണിയും ചെയ്യാതെ ചുമ്മാതങ്ങ് കാശ് കിട്ടുമല്ലയോ? അപ്പൊ എല്ലാ അർത്ഥത്തിലും ലാഭം ഇതല്ലയോ? പോരാത്തിന് നമ്പടി പറയുന്ന പോലെ ആ തോട്ടത്തിന് അങ്ങനെ വലിയ കിട്ടപ്പോരൊന്നും ഇല്ലെന്ന് എനിക്കൊരു രഹസ്യ വിവരവും കിട്ടിയിരുന്നു. എല്ലാം കൂടി വെച്ച് നോക്കുമ്പോ ആ കലക്ടർക്ക് കൈ കൊടുക്കുന്ന അല്ലയോ ബുദ്ധി? അതും ഒരു ബുദ്ധിയാ. നമ്പടിയെ വെറുപ്പിക്കുന്നതും ബുദ്ധിയല്ലേ അല്ലേ? അതും ശരിയാ. ഇയാൾ ഏതെങ്കിലും ഒന്ന് തെളിച്ചു പറ, എല്ലാം ശരിയാ. പിന്നെ ഏതാ ശരിയല്ലാത്തത്? എന്റെ മാതാവേ, ആ കൊച്ചിനെ കാത്തോളണേ. പൂജ, ഐ എം സോറി. തന്റെ പല വികാരങ്ങളും എനിക്ക് മനസ്സിലാകില്ല. തന്റെ മാത്രമല്ല, ആദ്യത്തെന്റെയും. ഒരിക്കലും എനിക്ക് നിങ്ങളെ കൺസീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഞാൻ ഇതുവരെ എന്നെ കൺസീവ് ചെയ്തിട്ടില്ല. വേദി എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. എല്ലാം വരുത്തി വെച്ചത് ഞാൻ തന്നെയാ. ഒരിക്കലും പ്രാക്ടിക്കൽ ആയിരുന്നില്ല ഞാൻ. തിരക്കുള്ള അച്ഛനമ്മമാർക്കിടയിൽ ഞാൻ എന്റേതായ ഒരു സ്വപ്നലോകം ഉണ്ടാക്കി. അവിടെ രാജാവും റാണിയും രാജകുമാരനും രാജകുമാരിയും എല്ലാം ഞാൻ തന്നെയായിരുന്നു. ആ ഒഴുക്കിൽ ഞാൻ ഏതൊക്കെ കടവുകളിലാ ചെന്ന് പെട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശരിയും തെറ്റൊന്നും തിരിച്ചറിയാൻ ഞാൻ എവിടെ നിന്നു കൊടുത്തിട്ടുമില്ല. ഞാൻ ചെയ്തൊക്കെ അന്നും ഇന്നും എന്റെ ശരികളായിരുന്നു. ഇന്നും? അതെ. മരിച്ചു പ്രേമിക്കാൻ ഭൂമിയിൽ ഇങ്ങനൊരു ആദിത്യനുള്ളപ്പോ താൻ എങ്ങനെയാ ഷാനുവിന്റെ വലയിൽ ചെന്ന് വീണു? അതൊരു വലയാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്നുവെച്ചാ നാളെ തോന്നാന്നല്ലേ? ഒരുപക്ഷെ അയാള് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ കഥ ഇങ്ങനെ ആവുമായിരുന്നില്ല. ചിലപ്പോ ഇതിലും മോശമാകുമായിരുന്നു. ഇത്രയും സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും എല്ലാം വിട്ടെറിഞ്ഞ് താൻ ആ കടപ്പുറത്ത് ജീവിക്കുമായിരുന്നോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഇപ്പോ. ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കാനാ എന്റെ തീരുമാനം. അപ്പോ ഈ കഥയിൽ ആദി? അറിയില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ, ആദിയല്ലേ. ആദി തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. ഒരിക്കലും സ്നേഹിക്കാത്തൊരു പെണ്ണിന് വേണ്ടി എന്തിനിങ്ങനെ ജീവിതം കളയുന്നു ഞാൻ അയാളോട് ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, അവൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് അവളെ സ്നേഹിക്കാലോ എന്ന്. ഭ്രാന്തെന്ന് ഞാൻ പറയും, സൗഭാഗ്യമെന്ന് മറ്റുള്ളവരും. പക്ഷേ താൻ എന്ത് പറയുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനവളെ മറക്കാനോ? അത് ഇയാള് ചെന്നങ്ങ് മൂലപ്പള്ളി പറഞ്ഞേച്ചാ മതി. ഡോ മാപ്പിളെ, ദേ ഒരുമാതിരി കൂടെ നിന്ന് പാലം വലിച്ചാലുണ്ടല്ലോ, പച്ചയ്ക്ക് പള്ളക്ക് ഞാൻ കത്തികയറ്റിക്കളയും. ഇയാൾക്കറിയാലോ എന്റെ സ്വഭാവം. എന്റെ നമ്പിടി, താൻ ഇങ്ങനെ ചൂടാവാതെ. ഞാൻ തന്നെ തള്ളിപ്പറഞ്ഞൊന്നുമല്ല. അന്വേഷിക്കാവുന്ന സ്ഥലത്തൊക്കെ അവളെ അന്വേഷിച്ച് ഒടുവില് നടപടിയുള്ള കേസല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ പറഞ്ഞു പോയതാ.
നടപടി ഉള്ള കേസാണോ അല്ലയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇയാൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. എന്നാ നമ്മുടെ ഇത് താനിങ്ങനെ പിണങ്ങാതെ. പിണങ്ങാതെ പിന്നെ പോക്കൃതം പറയുന്നത് കേട്ടോണ്ടിരിക്കണം. പിന്നെ ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഇയാളങ്ങ് കൂറുമാറി. കൂറുമാരാനോ? ആരുടെ കൂടെ? എന്നതിന്? ഞാൻ അങ്ങനെ ചെയ്യുന്ന തനിക്ക് തോന്നുന്നുണ്ടോ? താനേ അങ്ങനെ ചെയ്യൂ. തന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. എന്നാ പിന്നെ അങ്ങ് നിർത്തിക്കോ. നമ്മൾ തമ്മിലോ ഗുലാൻ എല്ലാം വെച്ചൊക്കെ അവസാനിപ്പിക്കാം. അപ്പൊ പിന്നെ അച്ഛൻ്റെ ഓറഞ്ച് ഓട്ടം വേണ്ടായോ? വേണ്ട, ഞാൻ ആ സ്വപ്നം അങ്ങ് അവസാനിപ്പിച്ചു. ഇതെന്നാ ചായ പെട്ടെന്ന് ഇങ്ങനൊരു മനം മാറ്റം? ആരേലും ഇതിലും വലിയ ഓഫർ തന്നോ? ആര് തരാൻ? താൻ ചുമ്മാ എഴുതാപുറം വായിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് പരമാവധി ശ്രമിക്കാം. ഇനി അഥവാ അത് നടന്നില്ലെങ്കിൽ അത് തന്റെ വിധിയാണെന്ന് വിചാരിക്കാം. എന്നിയാൾ ഒറ്റയ്ക്കങ്ങ് വിചാരിച്ചാ മതി. ഞാനെന്ത് വിചാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു നല്ല കാര്യം പറയാൻ പറ്റത്തില്ലയോ? ഇപ്പൊ പറഞ്ഞൊന്നും അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അച്ഛൻ എൻ്റെ കൂടെ നിൽക്കാൻ വയ്യെങ്കിൽ അത് പറഞ്ഞാൽ മതി. അവളെ ഒറ്റയ്ക്ക് പൊക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ആൾബലവും ഒക്കെ എനിക്കിപ്പോഴും ഉണ്ട്. ഇനി എൻ്റെ മുഴുവൻ സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിൽ കൂടി പൊക്കൂന്ന് പറഞ്ഞാൽ അവളെ ഞാൻ പൊക്കിയിരിക്കും. ഇത്രയ്ക്കൊക്കെ വാശി വേണോ നമ്പിടി? വേണോ ചായ? അവള് പള്ള കുത്തി തുറന്നത് നിങ്ങളുടെ അല്ലല്ലോ. ഈ ചോര ചീറ്റി ചാവാൻ കിടക്കുന്നത് ഞാനല്ലേ, നിങ്ങളല്ലല്ലോ. അപ്പോ നിങ്ങൾക്ക് ആ ചൂടേ ഉണ്ടാവുള്ളൂ.